NB ചേക്കുട്ടി ചേരുന്നു വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം അതിൽ കൂടുതൽ വിശകലനങ്ങളുമായി. നമസ്കാരം സാർ. ഈ മിഥുനം സിനിമയിലെ ഒരു ഡയലോഗാണ് നമുക്ക് ഓർമ്മ വരുന്നത്. തേങ്ങ ഉടക്കി സ്വാമി എന്ന് പറഞ്ഞ അവസാനം തേങ്ങ ഉടച്ചപ്പോൾ ഒന്നും സംഭവിക്കാത്തതുപോലെ കുറേ ദിവസങ്ങളായി ഇങ്ങനെ ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വം പറഞ്ഞുകൊണ്ട് നിലമ്പൂരിൽ PV അൻവറിൻ്റെ ഒരു ഈ തേങ്ങ ഉടക്കൽ നടക്കുകയായിരുന്നു. അവസാനം തേങ്ങ പൊട്ടിച്ചു. UDF ഇല്ല, മത്സരിക്കാൻ പൈസ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെയൊക്കെ ഒരു നമുക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഈ ഒരു രാഷ്ട്രീയ നാടകത്തിൽ നിന്നും? അല്ല, ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ഇതൊന്നും ഒരു ഗൗരവമായിട്ട് എടുക്കേണ്ട വിഷയമല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഓരോ ആളുകൾ, സ്ഥാപിത താല്പര്യക്കാരായിട്ടുള്ള ആളുകൾ പലതരത്തിലുള്ള സമ്മർദ്ദതന്ത്രങ്ങളുമായിട്ട് രംഗത്ത് വരും, പലതരത്തിലുള്ള വിലപേശലുകൾ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അൻവർ അടിസ്ഥാനപരമായി നല്ലൊരു കച്ചവടക്കാരനാണ്. അദ്ദേഹത്തിന് കേരളത്തിൽ മാത്രമല്ല ആഫ്രിക്കയിലടക്കം വലിയ വ്യവസായങ്ങളൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹത്തിന് ബിസിനസ് താല്പര്യങ്ങളൊക്കെ ധാരാളം ഉള്ളു. അതിന് ബിസിനസ് തന്ത്രങ്ങളും അറിയാം. അത് കേരള രാഷ്ട്രീയത്തിൽ പയറ്റാൻ അദ്ദേഹം ശ്രമിക്കുന്നു. അത് ഒരു പരിധി വരെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ UDF തയ്യാറായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് അദ്ദേഹം അങ്ങ് പറയുന്ന എല്ലാ ഡിമാൻഡുകളും വെച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ കക്ഷിക്കും അദ്ദേഹത്തെ ഏറ്റെടുക്കാൻ കഴിയില്ല. അത് വലിയ കച്ചവടം നഷ്ടമായി പോകും. അപ്പൊ അതുകൊണ്ട് 2 ദിവസം കൂടി, 2-ാം തീയതി നോമിനേഷൻ കൊടുക്കുന്നത് വരെയുള്ള സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് ഗൗരവത്തോടു കൂടി അത് എടുക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. UDF സംബന്ധിച്ചിടത്തോളം ഈ വിഴുങ്ങാനും വയ്യ തുപ്പാനും വയ്യാത്തൊരവസ്ഥയിലാണ്. കാരണം അൻവറിന്റെ ഒരു നിലപാട്, പ്രത്യേകിച്ച് നിലവിൽ UDF സംബന്ധിച്ചിടത്തോളം UDF വെല്ലുവിളിയിൽ സ്വരാജനെ തന്നെ നിലമ്പൂരിൽ CPM ഇറക്കിയിരിക്കുകയാണ്. അപ്പം രണ്ടുപേർക്കും UDF LDF ഈ വിജയിക്കുക എന്നുള്ളത് വളരെ ഈ പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറുമ്പോൾ ഈ UDF സംബന്ധിച്ചിടത്തോളം ഈ അൻവർ ഒരു തലവേദനയായി മാറുമോ ഈ തെരഞ്ഞെടുപ്പിൽ? ഇല്ല, അൻവർ ഒരു തലവേദനയാവില്ല. കാരണം കഴിഞ്ഞ ഒരു 15 വർഷത്തിലേറെ കാലമായിട്ട് അൻവർ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്ന് പ്രവർത്തിച്ച ആളാണ്. ഇടതുപക്ഷവുമായിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിച്ചിരുന്നത്. 2 തവണ ഇടതുപക്ഷത്തിന്റെ MLA ആയിട്ടാണ് അദ്ദേഹം ജയിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഇടതുപക്ഷത്ത് നിന്ന് വിട്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും UDF അതൊരു അഡീഷണൽ ബെനിഫിറ്റ് ആണ്. അങ്ങനെ ഒരു ഇടതുപക്ഷത്തൊരു തർക്കം ഉണ്ടാവുകയും ഇടതുപക്ഷത്തിനകത്തൊരു ഭിന്നത ഉണ്ടാവുകയും ചെയ്യുന്നത് UDF രാഷ്ട്രീയമായ നേട്ടങ്ങളാണ്. അതിനപ്പുറം UDF നിന്ന് ഒരാൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ UDF രാഷ്ട്രീയ നഷ്ടമുണ്ട്. UDF ഭാഗമായിരുന്ന ഒരാൾ പോലും ഇതുവരെ പുറത്തേക്ക് പോകാൻ തയ്യാറായിട്ടില്ല. എല്ലാവരും UDF ഭാഗമായിട്ട് നിൽക്കുകയാണ്. അൻവറിനെ പോലെ ഒരാൾ, പുറത്തുനിന്ന് ഒരാൾ വന്നു, അദ്ദേഹത്തിന് ഇപ്പം ചില സമ്മർദ്ദ തന്ത്രങ്ങൾ UDF സന്തോഷം. അദ്ദേഹം UDF പുറത്തു നിന്നാൽ മതി, അതിനകത്ത് ആരും പരാതിയൊന്നും പറയേണ്ട കാര്യമില്ല. അദ്ദേഹം UDF ഭാഗമല്ലാത്ത ഒരാള് ഞാൻ UDF ഇല്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് UDF എന്ത് പ്രശ്നം ഉണ്ടാകേണ്ടത്? നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം 8 മാസത്തേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. 8 മാസത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ LDF ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അതൊരു രാഷ്ട്രീയ വിജയമാണ്. അതല്ലെങ്കിൽ UDF സംബന്ധിച്ചിടത്തോളം LDF സിറ്റിംഗ് സീറ്റ് അവർ നിലനിർത്തി എന്നതിനപ്പുറം പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. അത് രാഷ്ട്രീയമായിട്ട് തിരിച്ചടിയായിട്ട് കാണാനും കഴിയില്ല. ശരി സാർ, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.